ഷുഹൈബ് വധക്കേസ് ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരി നിയമലംഘനം നടത്തി വയനാട് പനമരം ടൗണിലൂടെ ഓടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പനമരം പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. വാഹനത്തിലുണ്ടായിരുന്ന വലിയ 4 ടയറുകളും എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും അഴിച്ചുമാറ്റി പുതിയവ ഘടിപ്പിച്ച നിലയിലാണ്. വിവരങ്ങൾ ടി അനീസലി നൽകും വയനാട്ടിൽ നിന്ന്. അനീസ്, ഈ വണ്ടി വയനാട് സ്വദേശിയുടേതാണോ? അജിംസ്, ഇത് വാഹനം മലപ്പുറം സ്വദേശി സുലൈമാന്റെ പേരിലുള്ളതാണ്. മലപ്പുറത്ത് നിന്ന് തന്നെയാണ് ഇന്ന് പുലർച്ചെ വാഹനം പനമരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് വാഹനം ഇവിടെ എത്തിച്ചത്. എന്തായാലും ഈ രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ ഇത് വിവാദമായതിനു ശേഷം വീണ്ടും രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് പോലീസ് പിടിച്ചെടുക്കുമ്പോൾ. എന്തായാലും വലിയ 4 ടയറുകളും എക്സ്ട്രാ ഫിറ്റിങ്ങുകളും ഒക്കെ അഴിച്ചു മാറ്റി പുതിയ അതിന്റെ ആദ്യത്തെ ടയറുകൾ തന്നെ സ്ഥാപിച്ച നിലയിലാണ് വാഹനം പോലീസ് പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ റൂഫ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ നിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുകയും സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിക്കുകയും ചെയ്തതാണ്. പനമരത്ത് കൂടി വാഹനം ആകാശ് ഓടിക്കുന്നതാണ് വിവാദമായത്. എന്തായാലും അതിനുശേഷം ഈ മോട്ടോർ വാഹന വകുപ്പാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഇൻസ്പെക്ടർ വി സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലപ്പുറത്ത് നിന്ന് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പനമരത്ത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ RTOക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അജിം, ശരി അനീസ്.